അതായത് ഈ ഉടമ്പടിയുടെ ബോധവും വിവേചനവും ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ട് വരണത്. ഇതിന് ഈ റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉടമ്പടിയുടെ മെക്കാനിസത്തിൽ ഭയങ്കര പ്രിൻസിപ്പൽ പാർട്ടാണ് വരുന്നത്. ഇതൊരു പരിശുദ്ധാത്മാവ് ഇതര പ്രാർത്ഥനാരൂപമല്ലത്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാരൂപങ്ങളുടെയും മൊബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡൈനാമിസം വർക്ക് ചെയ്യണത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രേയർ രൂപങ്ങളും. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു മരിയൻ പ്രേയറാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നല്ല. മരിയൻ പ്രേയറായത് കൊണ്ട് തന്നെ അത് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയെടുത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഫലദായകമായി വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ബേസിക്കായിട്ട് പ്രെയർ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കല്ല, ദാനങ്ങൾക്കാണ്. ദാനങ്ങളാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കറിയാമല്ല, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നതാണ് ദാനം. വെള്ളത്തിൻ്റെ ഫലങ്ങളാണ് മീൻ, മറ്റുള്ള തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രണ്ട് വിഷയങ്ങളിലാണ് നമ്മൾ എപ്പോഴും ദാനങ്ങൾ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും. ഐസയാ 11:2 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. എന്തെല്ലാം ആത്മാവാണ്? എന്തിൻ്റെ ആത്മാവാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു അനുഭവജ്ഞാനമാണ്, തിയറി മാത്രമല്ല പ്രയോഗം കൂടിയുണ്ട്. തിയറി ആണെങ്കിൽ സൈദ്ധാന്തിക ജ്ഞാനമാണ്, അറിവാണ്. അതിൻ്റെ പേര് അറിവെന്നാണ്, ജ്ഞാനമല്ല. ജ്ഞാനം മീൻസ് അത് നോളജല്ല, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ പ്രായോഗികമായ ജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ വിസ്ഡമാണ് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള ഇപ്പം ഞങ്ങൾ സൈദ്ധാന്തിക ജ്ഞാനമല്ല ഇവിടുന്ന് തരണത്. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. ഞങ്ങൾ സിദ്ധാന്തം തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. സാക്ഷ്യം അനുഭവിച്ച വ്യക്തികൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടത് എന്താണ്? വിസ്ഡമാണ് നൽകേണ്ടത്, അനുഭവജ്ഞാനമാണ് നൽകേണ്ടത്. ഞങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തം, തിയറി നിങ്ങൾ കൊണ്ടുപോയി ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് അത് പ്രയോഗിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശമോ രോഗമോ ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ വെൻ വി പ്രസൻറ്റ് ഇൻ ദ പ്ലാറ്റ്ഫോം അത് വിസ്ഡത്തിൽ നിന്നാണ് വരേണ്ടത്. അല്ലാതെ ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക അവതരിപ്പിക്കുകയല്ല. അതൊരു വിസ്ഡം വേണം അവിടുന്ന്. നിങ്ങളത് എങ്ങനെയാണ് ആ ഉടമ്പടി പ്രയോഗിച്ചത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അതായത് ആ കുഞ്ഞിൻ്റെ തകർച്ച വന്നപ്പോൾ ഡോക്ടർ എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കത്തില്ല. എന്താ കാരണം? ഞങ്ങളത് ഉടമ്പടി ചെയ്തതാണ്, മാതാവ് തന്ന കുഞ്ഞാണ്. അതാണ് ബോധമെന്ന് പറയണത്. ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് സർവൈവ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉടമ്പടി ബോധമുണ്ടത്. ഞാനത് പറഞ്ഞില്ല, ഇറ്റ്സ് എ ഫീലിംഗ്. ഉടമ്പടി മീൻസ് എൻ അവെയർനെസ്. ഉടമ്പടി ബോധം. ഞാൻ ഉടമ്പടി ചെയ്താണ് അമ്മയുമായിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യത്തിൻ്റെ ഒരു പയ്യൻസ് ഭയങ്കര വെള്ളമടിയായിരുന്നു.
അപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് ആ പെങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അവൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ അവൾ ഉടമ്പടി ചെയ്ത് അവളുടെ വീട്ടിലെ പ്രശ്നത്തിനാണ്, അതായത് പെങ്ങളെ കെട്ടിച്ചു വിട്ട വീട്ടിലെ പ്രശ്നത്തിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആങ്ങളെ ഇങ്ങനെ വെള്ളം അടിച്ച് വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം അവൾ ആങ്ങളുടെ കാര്യവും ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി വെച്ചതല്ല, അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒത്തിരി പേര് നിങ്ങളങ്ങനെ വെക്കും. അത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരത്തി ഇവളെ വിളിച്ചു. ഇവളെ വിളിച്ചും പറഞ്ഞ്, നീ അറിഞ്ഞില്ലേ, എന്താണെന്ന് ചോദിച്ചേ. അപ്പോഴിവളൊരു പമ്മി. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈം അവിടെ കേൾക്കാൻ പോണത്. അപ്പോൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല പറയാൻ പോണത്. കാര്യം ഇവളുടെ ആങ്ങളയെ ബൈക്കിൽ പോയപ്പോൾ കാറിടിച്ചു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിപ്പോയി. അതാണുള്ള ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. പക്ഷേ ഇവളിത് നീ കാര്യം പറയാൻ പറഞ്ഞ് ആങ്ങളെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു. വണ്ടി കണ്ടിട്ട് ആൾക്കാർ പറയണത് അത് വളരെ മോശമായ രീതിയാണ് പറയണത്, വണ്ടി കണ്ടവരാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഫസ്റ്റായിട്ട് ബ്രീത്തിൽ ഇവളെന്നാ പറയുന്നത് അറിയാമോ, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് പറയണത്. അവന് ഒന്നും സംഭവിക്കത്തില്ല. എന്താ കാര്യം? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി അവയർനെസ് എന്ന് പറയണത്. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അവനൊന്നും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. കാര്യം അവൻ്റെ കാര്യം, അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി അമ്മയോട് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പല കാര്യവും പട്ടികയിൽ പല കാര്യം വെച്ച പോലെ കാഷ്വലായിട്ടൊരു സാധനം കുത്തിക്കയറ്റിയതല്ല ഈ സംഭവം. അതാണ് ഈ ഉടമ്പടി എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ എടുക്കുമ്പോൾ വാട്ട് ഫീലിംഗ് യു ഹാവ്, നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്കുണ്ടത്, അതാണ് ഞാൻ പറയുന്നത്. ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കാര്യം 6 കാര്യം വെക്കാമല്ലോ, അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു മുടന്തം വിശ്വാസത്തിലാണല്ലോ അത് ചെയ്യണത്. അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ ആ ഉടമ്പടി ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞു. ചത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. ആ വിഷയം നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ്. നടന്നേ മതിയാവൂ എന്നൊന്നുമില്ല. അങ്ങനെ ഒരെണ്ണം ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചത്ത ഉടമ്പടി എന്ന് പറയണത്. ചത്ത ഉടമ്പടിയുടെ 6 കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഇങ്ങനെ കാഷ്വലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ചത്തുപോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മറ്റേ നിങ്ങളുടെ എല്ലാ ഇൻറ്റൻഷനും അത് ബാധിക്കും. കാര്യം എന്താണ്? നിങ്ങളല്ലേ വെക്കണത്. അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കട്ടെ എന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ആ ആൾ തന്നെയല്ല മറ്റ്5 വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അടിസ്ഥാനപരമായ ഉടമ്പടി, അടിയന്തരമായ ഉടമ്പടിയാണെങ്കിലും ഇതുപോലെയുള്ള അലവലാതി കാര്യങ്ങൾ കിട്ടിയാൽ ഊട്ടിയെന്നൊക്കെ ഞാൻ പറയുന്നത് ഇടയ്ക്ക്. അതുപോലെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഒക്കട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കട്ടെ സാധനം തന്നെയായിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല, 0 പോയിൻ്റ് ഇട്ട് വെച്ചാൽ മതി. വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം. അതിനെക്കുറിച്ച് ഭയങ്കര അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആത്മാവിന്റെ വലിയ വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, സഹോദര സ്നേഹത്താൽ നിറഞ്ഞ് ഉടമ്പടിയിൽ പ്രവേശിക്കുവാൻ ഈശോയെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധനമായി നടത്താം.